അപ്പോൾ നമുക്കിന്ന് ഈ ചെടിയൊക്കെ ഇവിടെ നിന്ന് മാറ്റി കിളിക്കൂട് ഒരു വശത്തേക്ക് ഒതുങ്ങിയിരിക്കാമല്ലോ, അതിനെ ഇങ്ങോട്ട് ഈ ഒരു വശത്തേക്ക് മാറ്റിയൊക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കാം. അത് ഇവിടേക്ക് ആയതുകൊണ്ട് ചിലയിടത്തൊന്ന് ഫുഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് ടേൺ ചെയ്ത് ആക്കണമെന്നൊക്കെ. ഇവിടെ നിന്ന് ഇതും മാറ്റിച്ചിട്ടും ഇപ്പുറത്തെ വശത്തേക്ക് ഈ വശം വെറുതെ കിടക്കാം. അപ്പോൾ ഈ പ്ലേസിലേക്ക് നമുക്ക് ചെടിയൊക്കെ വയ്ക്കാം. അങ്ങനെയൊക്കെ വിചാരിക്കണം, ചെയ്യാം നമുക്ക്. ഹായ് സ്കൈ, സ്കൈ പാൽ കുടിച്ചാ? ആ കുടിച്ചല്ല. കം 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 കം. കൊച്ചിൻ്റെ ടൗലെടുത്തേ, മോഹൻ തുടച്ചില്ലല്ലോ. ടൗലെവിടെ ടൗല്? സ്കൈ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കാതിൽ കമ്മലുണ്ട്, അത് ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഈ കാതിലാണ് മുറുകിയിട്ട് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ഇതിലും ഊരി വെച്ചു. ഇതിലുണ്ട്, ഇതിലില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ഇച്ചിരി പണിയുണ്ട്. അപ്പം അമ്പാടി സ്കൂളിൽ പോയി അമ്പാടിക്കുന്ന സ്കൂളിൽ ഫോട്ടോ എടുക്കലും അവർക്ക് ഈ വർഷം കഴിയാറായല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിന് സ്കൂളിൽ പോയി. അപ്പം ഞാൻ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ, ഇന്ന് ഉറങ്ങിയില്ല. ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുള്ള ഭയങ്കര ഫ്രഷ് മൈൻഡാണ്. അപ്പോൾ അതിനൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ ചോറ് വെന്തു, കറി ഞാൻ അച്ചിങ്ങ് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മിനിയാന്ന് വെച്ച് മീൻകറി, ഇന്നലെ നോമ്പായാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ മീൻകറി എടുത്തില്ലായിരുന്നു. അപ്പോൾ മീൻകറി ഇരിക്കുന്നുണ്ട് കുറച്ച്. പിന്നെ ഇതിരിക്കുന്നുണ്ട് മോര്. അപ്പം മീനിൻ്റെ കൂടെ മോര് കൂട്ടില്ല എന്നൊക്കെ പറയണു. അതുകൊണ്ട് മോര് വേണ്ട എന്ന് വിചാരിച്ചപ്പോൾ പ്രീതി പറഞ്ഞു ആൾക്ക് മീൻകറി വേണ്ട, ഇച്ചിരി മോര് വെറുതെ ഇങ്ങനെ തക്കാളി ഇട്ടിട്ട്, ഇവിടെയൊക്കെ ഗൾഫിലൊക്കെ എല്ലാവരും ചെയ്യുന്ന, നാട്ടിലും ചെയ്യുന്നു തോന്നുന്നുണ്ട്, തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ മോര് കാച്ചാന്ന് പറയും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അത് റൂമിലായാലും അതെ. ഇപ്പോൾ ബെഡോ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടും. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു നല്ല ഫീലിങ്സ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനും ഫീലിങ്സ് കിട്ടും. ഇത് കണ്ടിട്ട് വാവ് എന്ന് പറയില്ലേ, ഇപ്പോൾ പ്രീതി വരുമ്പോഴൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം മെയിൻ എൻ്റെ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി ഒന്നല്ലെങ്കിൽ അവിടെ മാറ്റം പറ്റി ഇവിടെ മാറ്റുന്നത്, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം ആണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന പരിപാടികൾ. പിന്നെ ഈ പറഞ്ഞോണം നമുക്ക് സമയം പോവും, വൃത്തിയാവും, നമുക്ക് വീടൊക്കെ വൃത്തിയാക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ അടിക്കും തുടയ്ക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും. പക്ഷേ മുന്നേ ഇത് എളുപ്പം തീരുന്ന പണിയാണെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാ. എന്തൊരു പണി എനിക്ക് കിട്ടിയെന്നറിയോ? ഇപ്പോഴും തീർന്നിട്ടില്ല. എന്താ പറ്റിയെന്നറിയോ? ഈ സംഭവം ഇതിൻ്റെ സൈഡിലിരിക്കുന്ന ആ മുറിവും സാധനങ്ങളൊക്കെ കൂടി മറിഞ്ഞു വീണ് ഞാനത് ഒരു കണക്കിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറക്കി വെച്ച് കിളിക്കൂട് ഞാൻ തിരിച്ചിട്ടു. ഇപ്പം ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ അതേ നമുക്ക് റൂമിൽ നിന്ന് തുറക്കുമ്പോൾ തന്നെ കാണാൻ കഴിയണ രീതിയിൽ നേരെ ഇട്ടു. ചെടി ഇച്ചിരി ഇങ്ങോട്ട് തന്നെ നീക്കി വെച്ചു. അങ്ങനെ ഒതുക്കൽ കഴിഞ്ഞ് ഇനി ഇവിടെ കഴുകണം. കഴുകൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം കഴുകാനായിട്ട്. അപ്പോൾ എനിക്ക് പീലി ഒരു ഇരട്ടിപ്പണി ഞാൻ ചെയ്യണ്ടേ. പിങ്ക് ഹൗസ് ഉണ്ടാക്കണ പീലിയുടെ പിങ്ക് ഹൗസ് എടുത്ത് ഇവിടെ വെച്ചേക്കായിരുന്നു, മടക്കി എടുത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ പീലിക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം. ചോറുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അമ്പാടി വന്നു. അമ്പാടി ഒരു ഹായ് പറഞ്ഞേ. അമ്പാടി വന്നു. അച്ഛൻ ചോറുണ്ടിട്ട് പോയി. കുറേ പണി അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു, കുളിച്ച പണികളായിട്ട് ചെയ്തു. അയ്യോ അത് കളയില്ല, അമ്മ ഉണ്ടാക്കി തരാം. അത് സ്പേസ് ഉണ്ടാക്കട്ടെ, അത് നിവർത്തണേന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ പീലിക്ക് പിങ്ക് ഹൗസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത് കെടുക്കണേ. ഇവരുടെ വണ്ടിയും ടോയും സാധനങ്ങൾ അത് അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം പണിയായിപ്പോയി. ആ കൂടെ ഒതുക്കാൻ പോയായിരുന്നോണ്ട് ഇവിടെ പണി കിട്ടി, ഇരട്ടിപ്പണി കിട്ടി. ഇനിയിപ്പോൾ പീലിക്ക് കിച്ചണിലേക്ക് പിന്നെ കയറിയിട്ടില്ല കേട്ടോ, രാവിലെ കയറിയേക്കണ്ട. ഇനി പീലിക്ക് പിങ്ക് ഹൗസ് വെക്കാനുള്ളൊരു സ്പേസ് കണ്ടുപിടിച്ച് ശരിയാക്കിയിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കുളിക്കാൻ പോകാം. അല്ലെങ്കിൽ ആ സമാധാനം തരില്ല. കുറേ നേരമായി അവൾ പറയുന്നത് പിങ്ക് ഹൗസ്. പീലി അത് ചീത്തയാവും. പീലി അമ്പാടി അത് സ്മോളാക്കിയേ, അത് ചീത്തയാവൂന്ന്. അതങ്ങനെ ചെയ്യില്ലേ, അങ്ങനെയല്ല അത്.
ഇനിയിപ്പോൾ അതിനുള്ള സ്പേസ് ആദ്യം ശരിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഹലോ എല്ലാവരും, ഇവിടെ നമ്മളൊരു പിങ്ക് ഹൗസ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ സ്പേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ നിന്ന് ടോയ്കൾ അടിച്ച സ്ഥലമാണ് കാണിച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടോയ് സാധനം അങ്ങോട്ട് നീക്കി വെക്കാണ്. ഇതൊക്കെ ചെയ്യണത് ഇവിടുത്തെ സ്പെഷ്യൽ മാനേജർ അമ്മയാണ് ചെയ്യണത്. അല്ല, ഞാൻ വിചാരിച്ചേ പറയുന്ന കേട്ടപ്പോ എങ്ങാണ്ട് ഇവിടുത്തെ പോലീസ് കമ്മീഷണർ ഗണദേവാണ് ചെയ്യണേന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ഇവിടെ ഇതിനുള്ള സ്പേസ് ഇത് പോരാ? എത്ര പോരാ? അത്രയും മതിന്ന് തോന്നുന്നേ. അത്ര ഉണ്ടാവില്ലേ ഉള്ളു പിങ്ക് ഹൗസ്? അത്ര മതി പിങ്ക് ഹൗസ് സെറ്റ്. എന്നിട്ട് ഇതാട്ടോ ഞങ്ങളുടെ ഷീറ്റ് കാണിച്ചു തരാം. പിങ്ക് ഹൗസിന്റെ ഷീറ്റില്ല, പിന്നെ ഇത്തിരി പല സ്റ്റിക്സ് ഒക്കെ ഉണ്ടായി. പിന്നെ ഇതാണ് പിങ്ക് ഹൗസ് ഷീറ്റ്. ഈ സ്റ്റിക്സ് രണ്ടും കൂടെ എടുത്ത് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഇതൊന്ന് എടുക്കട്ടെ. ബൈ. ഹലോ, പിന്നെയും ഇതാണ് കേട്ടോ പിങ്ക് ഹൗസ്. പിങ്ക് ഹൗസ് ഫിക്സ് ചെയ്യണത് ഇതാണ്. ഫിക്സ് ചെയ്യണ ആൾ ഇവിടുത്തെ വീട്ടിലത്തെ എല്ലാ കാനിക്കളിലൊക്കെ. ഇതാണ് നമ്മുടെ അമ്മ പ്രിയ എന്നൊരു പേരിട്ടത്. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ സിസ്റ്റർ പറക്കിട്ട് പോയി വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ പിങ്ക് ഹൗസ്. പിന്നെ ഒരു ഡോഗ് ഉണ്ട്. പിന്നെ ഡോഗ് ഇത് ചീത്തയാക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് കെട്ടി വെച്ചേക്കണേ, ഒന്നും ചെയ്യാണ്ടിരിക്കാൻ. നിങ്ങളിത് ഫിക്സ് ചെയ്ത് കാണുമ്പോൾ ഇതാണ് ഈ പ്രിയയാണ് ഫിക്സ് ചെയ്യണത്. ഓക്കെ, ഇതാണ് പിന്നെ പിങ്ക് ഹൗസ്. ഓക്കെ, എന്നിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാം. ബായ്. പൊന്നെ, അങ്ങനെ പിങ്ക് ഹൗസ് കുറേ നേരത്തെ എൻ്റെ പണിയുണ്ട്. അത് ശരിയാവണ്ടായില്ല. മടക്കി വെച്ചിട്ട് അവർ നിവൃത്തി എൻ്റെ വള്ളിക്ക് എന്തോ സംഭവിച്ചിട്ട് ഒരുപാട് നേരം കൊണ്ട് ഞാനത് ചെയ്തു. ഹലോ, ഇഷ്ടമായ? സ്കൈയുടെ വീടാക്കിയവര്. സ്കൈനെ അടുക്കളം പാടി. അയ്യോ വീടരുത്. സ്കൈൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, ഇതിൻ്റെ വീട്ടിൻ്റെ ഉള്ളില്. അപ്പൊ അവന് എപ്പോഴേലും റെസ്റ്റ് എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണേന്നറിയോ? ഇനി എനിക്ക് ചെയ്യാൻ കുറേ പണി ഈ വീട്ടിലുണ്ട്. കണ്ട, നിങ്ങൾക്ക് അത് ചെയ്ത് പുറത്തെ പണിയും കഴിഞ്ഞ പിന്നെ ഈ വീട് എടുക്കുന്ന അവസ്ഥ കണ്ട. ഇനി ഇതിനൊന്ന് വൃത്തിയാക്കണം. ഇനി നമ്മളിനി ഫർണിച്ചർ വെക്കാൻ പോവാണ്. ഫർണിച്ചറൊക്കെ മേടിച്ചോ നിങ്ങൾ? ഞാൻ എൻ്റെ പണി ചെയ്യട്ടെ. ഇതാണ് പിങ്ക് ഹൗസിന്റെ ഉള്ളില്. ഞാനും കേറിയിട്ടുണ്ട് പിങ്ക് ഹൗസിന്റെ ഉള്ളിലേക്ക്. കേറി പിങ്ക് ഹൗസിന്റെ ഉള്ളില്. അവൻ എന്നോട് കേറാൻ പറഞ്ഞു. അമ്പാടിയും പീലിയും പിന്നെ ആരുള്ള സ്കൈ ഉണ്ടാ? സ്കൈയുടെ വീടത്. സ്കൈക്ക് ഭയങ്കര സന്തോഷായിട്ടാ. എനിക്കിനി ഇവിടെ ഇരുന്നാൽ പറ്റില്ല പീലി. എനിക്ക് കുറേ പണിയുണ്ട്. കുളിക്കണം, അങ്ങനെ ഇനി ഒതുക്കണം, കുറേ പണിയുണ്ട് പീലി. ഞാൻ പോവാണ്. നിങ്ങൾ കളിക്കട്ടാ. നീ ചേട്ടനും കൂടി കളിക്ക്. സ്കൈനെ വിളിച്ചോ. ക്ലീൻ ചെയ്യലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ ഒരു പില്ലോ എടുത്തോട്ടെ, ഒരു ബ്ലാങ്കറ്റ് എടുത്തോട്ടെ എന്ന് എടുത്തുകൊണ്ട് വന്നു. എടുത്തിട്ട് വന്നിട്ട് അമ്പാടി പിങ്ക് ഹൗസിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. സ്കൂളിൽ രാവിലെ തന്നെ പോണതല്ലേ, പോയി ഉറങ്ങിപ്പോയി. അപ്പം പിന്നെ അതിൻ്റെ സന്തോഷം പോലെ അവിടെ കിടക്കട്ടെ. അതെങ്ങനെയും ബോക്സിൻ്റെ ഉള്ളിൽ ടോയ്സ് വന്നേ. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യണ ദിവസങ്ങൾ എന്ത് ചെയ്ത പണി നീങ്ങില്ല. ഇപ്പോൾ ഇത് എത്ര നേരമായിട്ട് പണികളൊന്നും തീർന്നിട്ടില്ല. ഇപ്പോൾ സമയം എത്ര ശരിക്കും 5 മണിയാവാൻ പോണ്. ഇനി ഒരു ഭാഗം മാത്രം കിളിയുടെ കൂടും ആ സൈഡ് ഒതുക്കാമെന്ന് നിന്നാലും എൻ്റെ മൊത്തം പണികൾ ഇന്ന് അവതാളത്തിലായി.
ആ ഭാഗം മാത്രം ഒതുക്കി ഇത് ഇവിടെ വരെ ഒതുക്കി. ഇനി ഇതേ ഓക്കെ, തുണികൾ ഇന്നലെ മഴ ചെറുതായിട്ട് പെയ്തപ്പോൾ എടുത്ത് അകത്തിട്ടത് അത് മൊത്തം ഒതുക്കാൻ കിടക്കണ്. ഹോളിൻ്റെ പകുതി ഭാഗം കിച്ചണിലേക്ക് ഞാൻ എൻ്റെ മോനിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പണി കിട്ടും. അതുപോലെ പാത്രങ്ങൾ മീൻ മേടിച്ചിട്ട് അത് ഫ്രീസറിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കി എടുത്ത് വയ്ക്കണം. അത് അങ്ങനെ 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 പണികൾ കുറേ കിടക്കാണ്. ബെഡ്റൂം കയറിയിട്ടില്ല. ഇനി തുണി മടക്കൽ കഴിഞ്ഞിട്ട് വേണം ഈ മുറി ഹോൾ ഒതുക്കി ബെഡ്റൂമിൽ കയറാൻ. ഇനി ബെഡ്റൂം ഒതുക്കി അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് വേണം കിച്ചണിലേക്ക് കയറാൻ. എപ്പോൾ ഇത് തീരുമെന്ന് എനിക്കറിയില്ല. അമ്മായി പണിയായിപ്പോയി ഇന്നത്തെ പണി. ഇന്ന് ആ കിളിയുടെ കൂടുമ്പോൾ ഞാൻ തൊട്ടാനുണ്ട് അല്ലേ പീലി? അതിൻ്റെ ഇടയ്ക്ക് പീലി എനിക്ക് പണി വന്നു, പിങ്ക് ഹൗസ് എന്നും പറഞ്ഞു. പിന്നെ ഞാൻ ആ പിങ്ക് ഹൗസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ അത് ശരിയാക്കാനും പിടിക്കാനും അതിന് നിന്നു. അവിടെ മൊത്തം ടോയ് വാരിയിട്ടേക്കായി അതെല്ലാം ഒതുക്കി ചെയർ ഇങ്ങോട്ട് നീക്കിയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു പിങ്ക് ഹൗസ് സെറ്റ് ചെയ്യാൻ. അങ്ങനത്തെ അതിൻ്റെ ഇടയ്ക്ക് സ്കൈയുടെ കാര്യം, സ്കൈക്ക് മീൻ വേവിച്ച് വയ്ക്കണം. മീൻ വെറുതെ മഞ്ഞപ്പൊട്ടിയിട്ട് വേവിച്ച് വയ്ക്കും അവനുള്ളത്. അവൻ അത് ചെയ്തു, അവന് തീറ്റ കൊടുത്തു. അവനെ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മഴ ചാറിയാനും പുറത്തൊക്കെ പൊടിയും മഴക്കുണ്ട്. അപ്പോൾ കൈയും കാലമൊക്കെ തുടച്ച് കൊടുക്കണം. അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെയ്ത് ഇങ്ങനെ മൊത്തം പണിയായിരുന്നു. ഇനി എന്തുമാത്രം പണികളൊക്കെ എടുക്കണേന്ന് പറയാനില്ല. ഇനി ഞാൻ ഇങ്ങോട്ടൊന്ന് തിരിയട്ടെ. അങ്ങനത്തെ പണിയുള്ള ദിവസമായിപ്പോയി ഇന്ന്. അപ്പോൾ ഈ ഭാഗം കൂടി ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിൽ കയറാം. വേഗം എളുപ്പത്തിൽ ഇവിടെ പണി കഴിഞ്ഞതല്ല കേട്ടോ. ഇവിടെ കിടന്ന തുണി മൊത്തം എടുത്തൊന്നും ഞാൻ ബെഡ്റൂമിലിട്ടു, മടക്കി അവിടെ വയ്ക്കണമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് കയറാം. ഒരു സ്ഥലം വൃത്തിയാക്കുമ്പോൾ ഒരു സ്ഥലം വൃത്തിയാക്കാവുമല്ലോ, അങ്ങനെയാണല്ലോ മൊത്തം. അപ്പോൾ ഇനി ബെഡ്റൂമിൽ കയറുമ്പോൾ അവിടെ അതിന് വലിയ പണി. ഈ പണികളെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറുമ്പോഴാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരും നമുക്കിങ്ങനെ. കിച്ചണിൽ പണി ഇങ്ങനെ കിടക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. എനിക്കങ്ങനെയാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് മൊത്തം ചെയ്യണമല്ലോ എന്നോർത്തുള്ള സന്തോഷം. എന്തായാലും ഇനി ബെഡ്റൂമിലെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ വരൂ, കണ്ടു നോക്ക്. വേണ്ട, ഞാൻ അവിടെ നിന്ന് വാരി തുണി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കാണ്. ഇനി അതൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും കവറൊക്കെ കുടഞ്ഞ് വിരിച്ച് ഇനി ഇവിടെ ഒതുക്കിയിട്ട് വേണം കിച്ചണിലേക്ക് കയറാൻ. കിച്ചൺ ഞാൻ കാണിച്ചു തരില്ല കേട്ടോ. അതുപോലെ പണി കിച്ചണിൽ കിടക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാണ്ട് എന്താ സന്തോഷം വരും. അപ്പം ഇനി ഇവിടെ ഒതുക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ബെഡ്റൂം ഒതുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയായി നീറ്റായി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്കാണ് പോകേണ്ടത്. അയ്യോ ഇനി കിച്ചണിലേക്കാണ് ഞാൻ കയറാൻ പോണേ. ഇനി കിച്ചണിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് മേലെ എഴുതണം, അമ്പാടീനെ പഠിപ്പിക്കണം, അങ്ങനത്തെ പണികളാണ്. അയ്യോ ഇനി ഒന്നും പറയണ്ട. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ. ഇന്ന് പണി ഇത്തിരി കൂടുതൽ കിട്ടിയ പണിയ ദിവസമാണ്. അപ്പോൾ നമുക്കിനി കിച്ചണിൽ കുറേ പണിയുണ്ട്. കിച്ചണിൽ പാത്രം കഴുകൽ, ഒതുക്കൽ, തുടക്കൽ, ക്ലീൻ ചെയ്യലും മാത്രമല്ല, കുറേ മീൻ മേടിച്ചു. മീൻ എവിടെ കാണാനുള്ളതല്ല. ഈ കവറിലിരിക്കണത്, ഈ ബ്ലൂ കളറിലിരിക്കണത് മീനാണ്. അപ്പോൾ ആ മീൻ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റിലാക്കി അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ക്ലോസ് ചെയ്ത് എടുത്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് കറി വയ്ക്കാനോ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളത് നമ്മൾക്ക് അത് മാത്രം എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മൊത്തം എടുത്ത് ഐസാവുമല്ലോ ഫ്രീസറിൽ വെച്ചാൽ. അപ്പം അതങ്ങനെ മൊത്തം എടുത്ത് എന്നും വെള്ളത്തിലിട്ട് ഇന്ന് എടുത്ത് വയ്ക്കുമ്പോൾ വേഗം ചീത്തയായി പോകും. മീൻ അങ്ങോട്ട് എന്നും ഐസ് മാറ്റും. ഇത് കഴിഞ്ഞ് ബാലൻസ് നമ്മൾ എടുത്ത് വയ്ക്കും. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ അത് വേഗം ചീത്തയായി പോകും. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ ഇതിലാക്കണം. സ്കൈക്കുള്ളത് ചെറിയ ചെറിയ സ്കൈയുടെ ടിന്നുകളിലാക്കി വെക്കണം. അപ്പോൾ ഇത് പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കണതിന് തൊട്ട് മുമ്പ് വേണം എനിക്ക് ഫിഷ് എടുത്ത് മാറ്റി വയ്ക്കാൻ. കാരണം ഫിഷ് എടുത്ത് മാറ്റി വെച്ച ഉടനെ കുളിക്കണം പോയി. അപ്പം ഞാൻ ഇനി ഫസ്റ്റ് കിച്ചൺ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ മൊത്തം കഴുകും. പാത്രങ്ങൾ മൊത്തം കഴുകി മീനും എടുത്ത് വെച്ച് ഇനി കുളിച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. അല്ല, ക്ലീൻ ചെയ്ത കിച്ചണും കൂടി ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കിച്ചൺ മാത്രം എന്താ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാഞ്ഞ്
എന്ന് വിചാരിക്കും. അപ്പോൾ അത് വേണ്ട, ഞാൻ ക്ലീൻ ചെയ്ത കിച്ചനും ഫിഷും എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറയാനായിട്ട് വരും. അപ്പോൾ ഇനി എനിക്ക് കുളി കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അമ്പാടിനെ എണിപ്പിക്കണം, പഠിപ്പിക്കണം, ഇവർക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അമ്പാടി ചായ, രണ്ടാളും ചായ കുടിക്കില്ല, പക്ഷേ എന്തെങ്കിലും വേറെ സാധനങ്ങൾ, എന്തെങ്കിലും ദോശയോ ഇഡ്ഡലിയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും അമ്പാടി. പീലി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. പീലി ക്യാരറ്റ്, ആപ്പിള്, കാഷ്നട്ട്, ബദാം പരിപ്പ് അങ്ങനത്തെയൊക്കെ പീലി കഴിക്കണം. അപ്പോൾ രണ്ടുപേരുടെ സെപ്പറേറ്റ് ഫുഡാക്കി അതും കൊടുത്ത് അമ്പാടിനെയും പഠിപ്പിച്ചിട്ട് വേണം. അമ്പാടിയാണെങ്കിൽ പിങ്ക് ഹൗസിൽ കിടന്നുറങ്ങി, അതുകൊണ്ടാണെന്ന് തോന്നണു ഭയങ്കര ഉറക്കം. സാധാരണ അത് സ്കൂൾ വിട്ട് വന്ന് ഇങ്ങനെ ഉറങ്ങാറില്ല. അല്ല, ഇടയ്ക്ക് ഉറങ്ങട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറങ്ങണില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് വിഷമം പ്രീതിക്ക്. രാവിലെ എഴുന്നേൽപ്പിക്കും, വൈകി കിടന്നിട്ട് രാവിലെ 5:45 6 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിക്കും. അപ്പോൾ എഴുന്നേൽപ്പിക്കുമ്പോൾ പ്രീതിക്ക് ഭയങ്കര വിഷമമാണ്. എന്നോട് പറയും തണവും കൂടി തുടങ്ങിയപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിട്ട് ഉറങ്ങണം. അപ്പോൾ അത് എണിപ്പിക്കുമ്പോൾ നമുക്കും വിഷമാവും. എന്താ ചെയ്യുക, സ്കൂളിൽ പോകാണ്ടും പറ്റില്ലല്ലോ. അത് കാരണം പീലിനെ ഈ വർഷം ആക്കണില്ല. കാരണം ശരിക്കും പീലിക്ക് 4 വയസ്സായി. വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ സ്കൂള് ഓപ്പൺ ആവണത് നാട്ടിലെ പോലെ ജൂണിലല്ല. ഇവിടെ ഇപ്പോൾ ഇവർക്ക് എക്സാം മാർച്ചിലെ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ ക്ലാസ് തുടങ്ങും, പുതിയ ക്ലാസ് തുടങ്ങും. അതായത് പമ്പാടി നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്. ഏപ്രിൽ ക്ലാസ് തുടങ്ങിയിട്ട് ജൂണിൽ ക്ലോസ് ആവും. ജൂണിൽ ക്ലോസ് ആയിട്ട് ജൂലൈയും ഓഗസ്റ്റും ആണ് ഇവിടെ മുടക്ക്, 2 മാസം. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ പിന്നെയും കണ്ടിന്യൂ. അപ്പോൾ ഇവർക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്കിലാണ്. നമുക്ക് സ്കൂള് വലിയ എക്സാം എഴുതി അടുത്തയിലേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂലേ, അതുപോലെ ഇല്ല ഇവർക്ക് ക്ലാസ് കഴിഞ്ഞ് ഉടനെ 10 ദിവസത്തിനുള്ളിൽ അടുത്ത ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുന്നതിൻ്റെ അനുസരിച്ചാണല്ലോ വെക്കേഷൻ തന്നെ. അപ്പോൾ ചൂട് കൂടുന്നത് ആ സമയത്താണ്, ജൂലൈ ഓഗസ്റ്റൊക്കെയാണ് ഇവിടെ ചൂട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ആക്കിയേക്കണതാണ്. അപ്പോൾ അമ്പാടിനെ അല്ല പീലിനെ ശരിക്കും വേണമെങ്കിൽ ഏപ്രിൽ ചേർക്കാം, പക്ഷെ ചേർക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞു ഇങ്ങനെ ചേർത്തില്ലേന്ന് ആര് ചോദിച്ചാലും എനിക്കൊരു വിഷമമില്ല. ഞാൻ ചേർത്ത് ഇനി ഈ വെളുപ്പിന് എനിക്ക് പോകണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ മറ്റേ കിൻഡർ ഗാർഡൻ പോലെ, അതായത് LKG HKG പഠിപ്പിക്കണ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി എന്ന് വെച്ചാൽ ബോംബെയിലെ ആളാണ്. അപ്പോൾ ഹിന്ദിയാണ്. അപ്പോൾ അമ്പാടിനെയും അവിടെ നമ്മൾ സ്കൂളിൽ ചേർക്കണതിന് മുമ്പ്, അല്ല LKG വിടുന്നതിന് മുമ്പ് വിട്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വിട്ടിട്ട് ഇങ്ങനെ 2 വർഷം. അപ്പോൾ 10 മണി 11 മണിയാകുമ്പോൾ പോയിട്ട് 1 മണിക്കൂർ വെച്ചുള്ളൂ. 10 മണി 11 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അതിന് വെളുപ്പിന് എനിക്കുണ്ട. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് നേരിട്ട് ചേർക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ നിൽക്കണം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കിടാവിൻ്റെ അത് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പിന്നെയും തുടങ്ങി. അമ്പാടി എന്നെ പോയിട്ട് നമുക്ക് വിഷമമായിട്ട് പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ ചിന്തിക്കണില്ല. നമ്മളാണ് നമ്മുടെ മക്കളുടെ ഇത്. നമ്മൾ പഠിപ്പിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാതിരിക്കണില്ല. HKG LKG അവർ പഠിപ്പിക്കും, സ്കൂളിലേക്ക് നമ്മളാക്കണില്ല എന്ന് മാത്രമാണ്. അപ്പം ഇവിടെ വിട്ട് LKG HKG പഠിച്ച് നേരിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചേർപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം പീലിനെ ആക്കണില്ല. അമ്പാടി പോയി തുടങ്ങിയിട്ട് തന്നെ ഭയങ്കര തണവ് സമയം. ഇപ്പോൾ തണവാണ്, ഭയങ്കര തണവാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അമ്പാടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിങ്ങനെ നിന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും സമയം കളയണില്ല. അപ്പോൾ ഞാൻ വേഗം ക്ലീൻ ചെയ്തിട്ട് ഫിഷൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം കേട്ടോ. അമ്പാടി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാ? എന്താ കഴിക്കണേ? നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി കൂടെ ഉറങ്ങിയിട്ടു. അപ്പോൾ പീലി കിടന്നുറങ്ങി. അപ്പോൾ ഇതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അമ്പാടീനെ ഇനി പഠിക്കാനിരുത്തണു. അമ്പാടിക്ക് ഫുഡ് കൊടുത്തു. പീലി അപ്പേക്ക് ഉറങ്ങിപ്പോയി. ഞാൻ മീനൊക്കെ എടുത്ത് വെച്ചു. കഴിഞ്ഞപ്പോൾ തുണി മെഷീനിൽ ഇതായിട്ട് കിടക്കണ ഓർത്തെ ഇതിനിട്ടുണ്ട്, തുണി ഇട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന് തുണിയും വിരിച്ചു, കിളിക്ക് തീറ്റ കൊടുത്തു, വെള്ളം കൊടുത്തു, സ്കൈക്കുള്ള മീനും വേവിച്ച് വെച്ചു. മീൻ പിന്നെ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അടുപ്പത്ത് വെച്ച് അത് വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരുവിധം ഇനി പിള്ളേർക്ക് പഠിപ്പിക്കണം, അവർക്ക് നൈറ്റിക്കുള്ള ഫുഡ് കൊടുക്കണം. അത്രയും പണിയുള്ളൂ കേട്ടോ. ഇനി അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ രാവിലെ ഒരുക്കിയ സ്ഥലമാണ്. ഒക്കെ നീറ്റായി
തുണികളൊക്കെ എടുക്കുന്നുണ്ട്. കഴുകിയിട്ടില്ല, കഴുകണമെന്ന് വിചാരിച്ചത്, നാളെ കഴുകാമെന്ന് വെച്ചു. അപ്പം തുണികളൊക്കെ വിരിച്ചു, കിളികളൊക്കെ തീറ്റയൊക്കെ കൊടുത്തു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു, ചെടിയൊക്കെ വെള്ളമൊഴിച്ചു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. കിച്ചണൊക്കെ ഞാൻ നല്ല അത് സ്കൈക്കുള്ള മീൻ വേവിച്ചിട്ടേക്കെന്താണ് കിച്ചണൊക്കെ ഒതുക്കി തുടച്ച് വാഷ് ബേസിനിൽ ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാം ഒതുക്കിയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു ശുഭരാത്രി നേരാണ്. പീലി ഉറങ്ങാണ്, സ്കൈ വന്നിട്ടുണ്ട്. ഇവിടെ അമ്പാടി ഇവിടെ ഇരുന്ന് എഴുതി പഠിക്കുന്നുണ്ട്. അത് ഹോളിൽ ഇരുന്നാണ് എഴുതി പഠിക്കാറ്, പക്ഷെ ഭയങ്കര തണവാണ്, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തണവാണ്. സ്കൈ അനാട്ടിക്കണം. അപ്പോൾ അത് അതിനോണ്ട് ഹോളിലിരിക്കാണ്ട് ഇവിടെ ഇരുന്നാണ് ആൾ എഴുതുന്നത്. ഇവിടേക്ക് ഒരു ടേബിൾ ഉണ്ട്, അതൊന്നും ഇരിക്കില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുള്ളൂ ഏത് നേരം. അപ്പോൾ അമ്പടിക്ക് നാളെ എക്സാമാണ്, അപ്പോൾ അതിൽ പഠിക്കാണ്ട്. അത് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പണികൾ കഴിക്കും. നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഭാരമല്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുത്തു എന്നോ അതൊന്നുമല്ല എൻ്റെ പൊന്നെ. ഒരുപാട് വലിയ വലിയ പണികൾക്ക് പോണ പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒരു പണിയേ ചെയ്യണില്ല. പക്ഷേ എന്ത് പണി, ഭാരമുള്ളതായാലും ഭാരമില്ലാത്തതായാലും എന്തും ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കത് ചെയ്യുമ്പോൾ ഒരു ഈസി ആയിട്ട് തോന്നും. ഇഷ്ടമില്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പാടായിട്ട് തോന്നും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ബൈ പറഞ്ഞേ. ആരോ വന്നിട്ടുണ്ട് പുറത്ത്. മീൻ രാവിലെ മേടിച്ചില്ലേ, ആ മീനിൻ്റെ പൈസയ്ക്ക് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ചെയ്യും. പീലി സ്കൈ ഇങ്ങനെ പോടാ, ചെറിയ വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ബൈ.